കരടിയുടെ ആക്രമണം വളരെ മാരകമായിരിക്കും. അവയുടെ കയ്യിലുള്ള ക്ലോസ്, അതിലുള്ള നഖങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കൂടിയ വലിപ്പമുള്ളതാണ്, നല്ല ശക്തിയുള്ളതാണ്. അങ്ങനെയാണ് ഇവർക്ക് സ്ലോത്ത് ബെയറുകൾ എന്ന് പേര് വന്നത്. നമുക്കറിയാം സ്ലോത്തുകൾ എന്ന് പറയുന്നത് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ജീവികളാണ്. നമ്മുടെ ഇവിടെയുള്ളതല്ല. മരങ്ങളിൽ നിന്നും ഒരു മരത്തിൽ തന്നെ ചിലപ്പോൾ ജീവിതകാലം മുഴുവനൊക്കെ ജീവിച്ച് കളയുന്ന ഒരു കൊമ്പിൽ നിന്നും വളരെ പതുക്കെ നീങ്ങുന്നതാണ്. ആ സ്വഭാവമൊന്നും ഇല്ലെങ്കിലും സ്ലോത്തുകളുടെ നഖങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂർത്ത നീളമുള്ളതാണ്. അത്തരത്തിലുള്ള വളരെ കൂർത്ത നഖങ്ങളാണ് നമ്മുടെയുള്ള സ്ലോത്ത് ബെയറുകൾക്ക്, നമ്മുടെ ഇവിടെയുള്ള സാധാരണ കരടികൾക്ക്. ഈ നഖമാണ് ഇവരുടെ മണ്ണ് മാന്തി എടുത്ത് അതിൻ്റെ അടിയിലുള്ള പുറ്റിൻ്റെ കൂടൊക്കെ കണ്ടെത്താൻ വേണ്ടി. വളരെ മീറ്ററുകൾ ആഴത്തിലുള്ള പുറ്റ് പോലും, അതായത് പുറ്റ് എന്ന് പറഞ്ഞാൽ ചെതൽക്കൂടുകൾ, അവർക്ക് മണത്തറിയാൻ പറ്റും. മണ്ണിൻ്റെ അടിയിൽ ചെതലുണ്ടെന്ന് അവർ മണത്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ നഖം കൊണ്ട് മാന്തി പൊളിച്ച് വലിയ ആഴത്തിൽ കുഴിച്ചതിന് ശേഷമാണ് ഈ ചെതൽക്കൂടുകൾ കണ്ടുപിടിക്കുക.